വർദ്ധമാന മഹാവീരൻ്റെ കാലത്തോ അതിന് തൊട്ടു പിന്നാലെയോ തന്നെ കർണാടകത്തിലും പരിസര പ്രദേശങ്ങളിലും ജൈനമതം പ്രചരിച്ചിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതാവസാന കാലത്ത് ജൈനമതം സ്വീകരിക്കുക കർണാടകത്തിലുള്ള അവരുടെ ഏതോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് പട്ടിണി കിടന്ന് മരിക്കുകയും ചെയ്തു എന്നാണ് ആ പാഠപുസ്തകത്തിൽ പഠിച്ചത്. ജൈനമതക്കാർക്ക് അങ്ങനൊരു ആചാരമുണ്ട്. മനുഷ്യർ വയസ്സായി കഴിഞ്ഞാൽ ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ഭക്ഷണം ഉപേക്ഷിക്കും. 3 നേരം കഴിക്കുന്നത് 2 നേരമാക്കും, പിന്നെ 1 നേരമാക്കും, പിന്നെ വെള്ളം മാത്രമാക്കും. അപ്പോൾ വാർദ്ധക്യത്തിലെത്തിയ ശരീരം മരണത്തിന് കീഴടങ്ങും. അത് മതപരമായ ഒരാചാരമാണ്. നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യനും അത് തന്നെയാണ് ചെയ്തത്. പക്ഷേ ഈ പാഠപുസ്തകം എഴുതുന്ന ആളുകൾക്ക് അറിവില്ലാത്തതുകൊണ്ട് ഇദ്ദേഹം ജൈനമത ആചാരപ്രകാരം പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ് ഞാനൊക്കെ പഠിച്ച 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലൂടെ. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ ജൈനമതം പ്രചരിച്ച ഒരു പ്രദേശമാണ് ധർമ്മസ്ഥല. ഒരു പ്രധാനപ്പെട്ട സ്ഥലം ശ്രവണബെൽഗോളയാണ്. ശ്രവണബെൽഗോളയിലാണ് ഗോമടേശ്വരൻ്റെ വലിയ പ്രതിമയുള്ളത്. ഞാൻ ആലുവ UC കോളേജിൽ MA പഠിക്കുന്ന കാലത്ത് സഹപാഠികളുമൊത്ത് ഈ ശ്രവണബെൽഗോളയിൽ പോയി ആ ഗോമടേശ്വരൻ്റെ പ്രതിമ കാണുകയും ചെയ്ത കാര്യം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുക. നമ്മുടെ വയനാട്ടിലും പാലക്കാട്ടുമൊക്കെ ജൈനമതക്കാരുടെ ആരാധനാ കേന്ദ്രങ്ങൾ. നമ്മുടെ ശ്രേയംസ് കുമാറും അദ്ദേഹത്തിൻ്റെ പിതാവ് വീരേന്ദ്രകുമാറും ഒക്കെ ജൈനമത വിശ്വാസികളാണ്. കേരളത്തിൽ പോലും ജൈനമതക്കാരുണ്ട്. അങ്ങനെ ജൈനമതക്കാരുടെ ഒരു കേന്ദ്രമാണ് ധർമ്മസ്ഥല. അവിടെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. ലിംഗായത്തുകാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഇവർ നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഒരേ സമയത്ത് ഒരു ജൈന തീർത്ഥാടന കേന്ദ്രവുമാണ്, ഹിന്ദു ആരാധനാ കേന്ദ്രവുമാണ്. ലിംഗായത്തുകാരാണെങ്കിൽ കർണാടകത്തിൽ വളരെ പ്രബലരായ ഒരു വിഭാഗമാണ്. വലിയ ഒരു വോട്ട് ബാങ്കാണ്. ആ സമുദായത്തെ വെറുപ്പിച്ചാൽ അവരുടെ കൂട്ടത്തിൽ ഒറ്റ വോട്ട് പോലും കിട്ടുകയില്ല. അത്രയും വർഗബോധവും സംഘബോധവും ഉള്ള കൂട്ടരാണ് ലിംഗായത്തുകാർ. ലിംഗായത്തുകാരുടെ കാണപ്പെട്ട ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നത് നമ്മുടെ യെദ്യൂരപ്പയാണ്. അപ്പോൾ അതൊക്കെ രാഷ്ട്രീയമാണ്. ഞാൻ രാഷ്ട്രീയത്തിലേക്കല്ല പോകുന്നത്, ധർമ്മസ്ഥലയിലേക്ക് വരിക. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദം സമീപകാലത്ത് പൊട്ടിപ്പുറപ്പെട്ടു. ഞാനപ്പോൾ ഈ വിവാദം കുറച്ച് ക്ലോസായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ധർമ്മസ്ഥലയിലെ ഒരു ശുചീകരണ തൊഴിലാളി ഒരു ദിവസം പെട്ടെന്ന് വെളിച്ചപ്പെട്ടിട്ട് പറയുകയാണ്, ഇവിടെ നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ, പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്തവരടക്കമുള്ള ഒരുപാട് പെൺകുട്ടികൾ ലൈംഗിക പീഡനത്തിന് വിധേയരായി ഇവിടെ കൊല ചെയ്യപ്പെടുകയും ആ കൊല ചെയ്യപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ഇതിനോട് ചേർന്നുള്ള കാനന പ്രദേശത്ത് കുഴിച്ചിടുകയും ചെയ്തു എന്നാണ്. ഇപ്പോൾ ഈ വനപ്രദേശം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കുഴിച്ചു നോക്കിയാൽ ആസ്തി കൂടങ്ങൾ കിട്ടും. ഏതായാലും ഇത് കേട്ട വഴി കേൾക്കാത്ത വഴി നമ്മുടെ നാട്ടിലെ ചില പത്രങ്ങൾ, കർണാടകത്തിലെ മാധ്യമങ്ങൾ അധികം കൊടുത്തില്ല. കാരണം വെച്ചാൽ ലിംഗായത്തുകാരെ വെറുപ്പിക്കാൻ പറ്റില്ല. ലിംഗായത്തുകാർ വിചാരിച്ചാൽ, ലിംഗായത്ത് പഠനം എന്ന് വെച്ചാൽ വളരെ ശക്തമാണ്, വളരെ സജീവമാണ്, വളരെ ചലനാത്മകമാണ്. നമ്മുടെ നാട്ടിൽ ഈ സീറോ മലബാർ സഭ നാളെ തൊട്ട് ഏഷ്യാനെറ്റ് കാണരുത് എന്ന് വിലക്കുന്ന പോലെയല്ല. അവർ കാണരുത് എന്ന് പറഞ്ഞാൽ പിന്നെ കാണലില്ല. ഈ പത്രം മേലിൽ വരുത്തരുതെന്ന് പറഞ്ഞാൽ പിന്നെ പത്രം ആരും വരുത്തുകയില്ല. അങ്ങനെ ലിംഗായത്തുകാരെ പേടിച്ചിട്ടായിരിക്കണം കർണാടകത്തിലെ പത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങൾ പോലും ഈ വാർത്ത പരമാവധി മയപ്പെടുത്തി നേർപ്പിച്ച് ആരോ എന്തോ എങ്ങനെയോ എന്ന രീതിയിലാണ് കൊടുത്തത്. പക്ഷേ മലയാള പത്രങ്ങൾക്ക് ലിംഗായത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് മാധ്യമത്തിന്, അവരുടെ മീഡിയ വൺ ചാനലിന് ഒരു സങ്കോചവും വേണ്ട. വളരെ ശക്തമായ പ്രചരണം അഴിച്ചുവിട്ടു. എന്ന് മാത്രമല്ല, അടുപ്പൂട്ടി ചർച്ചക്കാം. നമ്മുടെ റാവുത്തരും അതുപോലെ ദാവൂദ് സാഹിബും പിന്നെ നടുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കാതെ ഇരിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉത്സാഹഭരിതരായി ഇത് അധർമ്മസ്ഥലയുടെ പേര് അധർമ്മസ്ഥല എന്നാക്കി മാറ്റിയിരിക്കുകയാണ്. 100 കണക്കിന് സ്ത്രീകളാണ് കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ശുചീകരണ തൊഴിലാളിയെ കാണാനില്ല, അയാൾ ഒളിവിൽ പോയിരിക്കുന്നു, അതോ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ വന്നു. സിദ്ധരാമയ്യ എന്ത് നോക്കിയിരിക്കുകയാണ്? കർണാടകത്തിൽ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്. സിദ്ധരാമയ്യ ആണെങ്കിൽ ജാതിമത വിശ്വാസമില്ലാത്ത ആളാണ്. ഈ ഇന്ത്യ രാജ്യത്തെ ഒരേ ഒരു നിരീശ്വരവാദിയായ മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ ഉള്ളിൽ അല്പമെങ്കിലും വിശ്വാസമുണ്ട്, സിദ്ധരാമയ്യ കൊട്ടുമില്ല. അങ്ങനത്തെ അതിഭയങ്കരനായ ഒരു മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ശക്തമായിട്ട് ചോദിച്ചു. ഞാനും ചോദിച്ചു. ഞാൻ വിചാരിച്ചു മിക്കവാറും ലിംഗായത്തിനെ പേടിച്ചിട്ടായിരിക്കും. കാര്യം ദൈവവിശ്വാസമില്ല, മതവിശ്വാസമില്ല. ആ ലിംഗായത്തുകാരനെല്ലാം ഒക്കലിംഗിനും അല്ലെങ്കിലും വോട്ട് പ്രധാനമാണല്ലോ. വോട്ട് കിട്ടാതെ കച്ചവടം നടക്കുകയില്ലല്ലോ. ആ ലിംഗായത്തിൻ്റെ വോട്ട് ബാങ്കിനെ കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടായിരിക്കും സിദ്ധരാമൻ ഇങ്ങനെ സങ്കോചിച്ച് നിൽക്കുന്നത്. നാടിച്ച് നാങ്കടിച്ച് നിൽക്കുന്നതിൻ്റെ പുറകിലുള്ള ചേതോവികാരം മിക്കവാറും വോട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ സിദ്ധരാമയ്യ അവസാനം കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചു. ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട്. അവർ അന്വേഷണം തുടങ്ങി. അവർ ഈ
ശുചീകരണ തൊഴിലാളിയെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തി. അതേസമയത്ത് തന്നെ സുജാത ഭട്ട് എന്ന പേരിലുള്ള ഒരു സ്ത്രീ രംഗത്ത് വന്നു. അവരുടെ മകളും ധർമ്മസ്ഥലയിൽ തീർത്ഥാടനത്തിന് പോയിട്ട് പിന്നെ കാണപ്പെട്ടില്ല. അവർ മകളെ കൊല ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളായി. മീഡിയ വൺ ചാനലിൽ ഇതിനെക്കുറിച്ച് സംഭ്രമജനകമായ റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ബാക്കി ചാനലുകാരും ഏറ്റുപിടിക്കേണ്ടു. ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലും മനോരമയിലും ഒക്കെ വാർത്തകൾ വന്നു. പത്രത്തിൽ അത്ര തന്നെ വന്നില്ല. പക്ഷേ ചാനലുകാരെല്ലാവരും ഏറ്റുപിടിച്ചു. സോഷ്യൽ മീഡിയയിൽ വലിയ ആർപ്പും ആരവവും ഉണ്ടായിരുന്നു. അങ്ങനെ ആർപ്പും ആരവവും നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം തുടങ്ങി. ഈ കുഴിച്ചെടുത്ത സ്ഥലത്ത് ഒരു അസ്ഥികൂടം കിട്ടി എന്ന് പറഞ്ഞു. പിന്നെ അസ്ഥികൂടം പുരുഷൻ്റെ ആണെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. എന്തുവാട്ടെ, പുരുഷന്മാരെ കൊല്ലാമല്ലോ. പക്ഷേ ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത് ഇത് മുഴുവനും കളവാണ്. ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. ഇത് ഈ ശുചീകരണ തൊഴിലാളിയെ മുൻനിർത്തി ചില തൽപര കക്ഷികൾ ആരാണ്, അവരുടെ താല്പര്യം എന്താണെന്നൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട്. തൽപര കക്ഷികൾ ഉണ്ടാക്കിയ കള്ളക്കഥയാണ് എന്നാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആളുകൾ വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന ഭരണസമിതിയെ പുറത്താക്കാൻ, അതിലെ നേതാക്കന്മാരെ കയ്യാമം വച്ച് വഴിയിൽ കൂടെ നടത്തിക്കാനും വേണ്ടി കർണാടകത്തിലും മറ്റുമുള്ള ചില ആളുകളുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നത്. ഇതിൽ കഷ്ടത്തിലായതാണെന്ന് വെച്ചാൽ മീഡിയ വൺ ചാനലല്ല. മീഡിയ വൺ ചാനലിൽ പിന്നെ നാളെ മാറ്റി പറഞ്ഞാൽ മതി. സാമ്രാജ്യത്വ ഗൂഢാലോചനയാണ്, അല്ലെങ്കിൽ ഫാസിസത്തിൻ്റെ കളികളാണ്. സിദ്ധരാമയ്യയെ പോലും BJP നേതൃത്വം ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറയും. ഇതിൽ നമ്മുടെ ഒരു ലോറിക്കാരനുണ്ടല്ലോ, ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ ഒരു നന്മ മരം, അവിടെ ഭൂമി കുഴിക്കുന്നത് കേട്ട ഉടനെ പുള്ളി ഭൂമി കുഴിക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളാണ്. പുള്ളിയുടെ ഒരു ലോറി പണ്ട് കർണാടകത്തിലെ ഷിരൂർ എന്ന സ്ഥലത്ത് പുഴയിൽ പോവുകയും അദ്ദേഹം അവിടെ ചെന്ന് ഭയങ്കരമായ നമ്പറുകൾ ഇറക്കുകയും ആ ഡ്രൈവറെ പുള്ളി ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങി രക്ഷിക്കും എന്നൊക്കെ പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ മണ്ണ് മാറ്റി മണ്ണിൻ്റെ അടിയിൽ നിന്ന് ജീവനോട് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത് നമുക്കറിയാം. പിന്നെ ഈ മരിച്ചുപോയ ചെറുപ്പക്കാരൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞു, പൊന്നു ചേട്ടാ ഇത്ര ഉപകാരം ചെയ്ത് മതി, ഇനി ചെയ്യരുത്, തന്നെ കൊണ്ടുള്ള ഉപകാരം കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലെത്തി എന്ന് പറഞ്ഞു. ആ മനാഫ് ഈ വാർത്ത കേട്ട് ഉടനെ തന്നെ ധർമ്മസ്ഥലയിൽ പോവുകയും കുഴിക്കുന്നവരെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരെ ഉത്തേജിപ്പിക്കുകയും ആർപ്പ് വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പം മനാഫിൻ്റെ കാര്യമാണ് കഷ്ടം. ലിംഗായത്തുകാരുടെ കയ്യിൽ കിട്ടിയ പുഴയുടെ എല്ല് വെള്ളവും എന്ന അവസ്ഥയിലെത്തിയിരിക്കും. അപ്പോൾ ഈ മീഡിയ വൺ ചാനലുകാരെ മനാഫിനെ രക്ഷിക്കാനായിട്ട് കേരളത്തിലൊരു വലിയ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം ഉടനെ ആരംഭിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ കാര്യം ബുദ്ധിമുട്ടാവും. അല്ലെങ്കിൽ ഇവർക്കുടെ കുടുംബസഹായ ഫണ്ട് നമ്മൾ ഉടനെ പിരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കേരള സർക്കാരിൻ്റെ സത്വര ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയണമെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ആ ധർമ്മസ്ഥലയിലേക്ക് പോയ ആളുകൾ ജീവനോടെയും ഉടലോടെയും തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനായിട്ട് വേണ്ട ഒത്താശകൾ ചെയ്യണം എന്നും ഈ കൊച്ചു എളുപ്പകാലത്ത് ബന്ധപ്പെട്ട എല്ലാ ആളുകളോടും, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനോടും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഭാരതത്തിലെ ആഭ്യന്തരമന്ത്രിയുമായിരിക്കുന്ന P. ശശിയോടും അഭ്യർത്ഥിക്കും. ബാക്കി കാര്യങ്ങൾ പിന്നെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.